UN അപകട സാധ്യത ലഘൂകരണ വിഭാഗം തലവൻ മുരളി തുമ്മാരുകുടി തന്റെ 2 പ്രവചനങ്ങൾ കൃത്യമായതിലൂടെ കേരള ജനതയെ ഞെട്ടിച്ച വ്യക്തിയാണ്. ഇപ്പോൾ ശബരിമലയെക്കുറിച്ചും പ്രവചനമല്ല ഒരു കണക്കുകൂട്ടൽ അദ്ദേഹം പങ്കുവച്ചിരിക്കുകയാണ്. ഇത്രമാത്രം ആളുകൾ ഏറെ ബുദ്ധിമുട്ടി വളരെ ഇടുങ്ങിയ ഒരു വനപ്രദേശത്തിനകത്ത് നിൽക്കുകയും യാത്ര ചെയ്യുകയും ചെയ്യുമ്പോൾ അത് വലിയൊരു ദുരന്തമായി മാറാൻ ഒരു നിമിഷം പോലും വേണ്ട എന്ന കണക്കുകൂട്ടൽ, അതിന് വ്യക്തമായ കാര്യങ്ങളും അദ്ദേഹം പങ്കുവയ്ക്കുന്നുണ്ട്. ചില നിർദ്ദേശങ്ങളും അദ്ദേഹം പങ്കുവയ്ക്കുന്നു. ആൾക്കൂട്ട നിയന്ത്രണങ്ങൾക്ക് ലോകത്തുള്ള നല്ല മാതൃകകൾ അതൊക്കെ നമ്മുടെ നാട്ടിലും പ്രയോഗിക്കാൻ തയ്യാറാകണം എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം. ശബരിമലയിൽ പ്രൊഫഷണലായി ആൾക്കൂട്ട നിയന്ത്രണം നടക്കുന്നില്ല. ഓരോ ദിവസവും എത്ര ആളുകൾ മലയിലെത്തും എന്നതിന് മുൻകൂട്ടി കണക്കില്ല. മുൻകൂട്ടി ബുക്ക് ചെയ്തോ അല്ലാതെയോ എത്തുന്ന എല്ലാവർക്കും ദർശനത്തിനുള്ള അവസരം ഒരുക്കാനാണ് അധികാരികൾ ശ്രമിക്കുന്നത്. ഇത് ഇടയ്ക്കിടയ്ക്ക് പരിധിക്ക് പുറത്തു പോകും. ആളുകൾ ക്യൂ നിന്ന് വലയും. ദർശനം കിട്ടാതെ തിരിച്ചു പോരുന്ന സ്ഥിതി ഉണ്ടാകും. തീർത്ഥാടകരിലും വിശ്വാസികളിലും ഏറെ അസംതൃപ്തി ഉണ്ടാകും. അദ്ദേഹം പറയുന്നു, എന്നെ പേടിപ്പിക്കുന്നത് അതല്ല, ഇത്രമാത്രം ആളുകൾ ഏറെ ബുദ്ധിമുട്ടി വളരെ ഇടുങ്ങിയ ഒരു വനപ്രദേശത്തിനകത്ത് നിൽക്കുകയും യാത്ര ചെയ്യുകയും ചെയ്യുമ്പോൾ അത് വലിയൊരു ദുരന്തമായി മാറാൻ ഒരു നിമിഷം പോലും വേണ്ട. പമ്പയിൽ നിന്നും മുകളിലേക്കുള്ള ആളുകളുടെ ഒഴുക്കിന്റെ വീഡിയോ കണ്ടപ്പോൾ തന്നെ എനിക്ക് തലചുറ്റി. ഇതിനിടയിൽ ആനയും പുലിയും കടുവയും ഒന്നും വേണ്ട, ഒരു നുണബോംബ് മതി വൻ ദുരന്തമുണ്ടാകാൻ. ശബരിമലയിൽ തിരക്കിൽപ്പെട്ട ആളുകൾ പണ്ടും മരിച്ചിട്ടുണ്ടല്ലോ, ഇനി അതുണ്ടായാൽ ദുരന്തത്തിന്റെ ആഘാതം പല മടങ്ങാകുമെന്ന് ഉറപ്പാണ്. ഇത് ഒഴിവാക്കണമെങ്കിൽ അടുത്ത മണ്ഡലകാലത്തിന് മുൻപെങ്കിലും ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട എല്ലാവരും, തന്ത്രി മുതൽ ദുരന്ത നിവാരണ അതോറിറ്റി വരെയുള്ളവർ ഒരുമിച്ച് ഈ വിഷയത്തെ പ്രൊഫഷണലായി കൈകാര്യം ചെയ്യാൻ ശ്രമിക്കണം. ഏതൊക്കെ കാര്യത്തിൽ മാറ്റങ്ങൾ സാധ്യമാണ്, ഏതൊക്കെയാണ് മാറ്റാൻ പറ്റാത്ത പരിധികൾ, ഇതൊക്കെ മനസ്സിലാക്കി സമയത്തിനും കാലാവസ്ഥയ്ക്കും ഒക്കെ അനുസരിച്ചുള്ള ആളുകളുടെ എണ്ണം തീരുമാനിക്കണം. ശബരിമലയിലേക്ക് വരാനായി മുൻകൂട്ടി ബുക്കിംഗ് നിർബന്ധമാക്കണം. ഓരോ ദിവസവും ഓരോ സമയത്തും എത്ര ആളുകൾ ബുക്ക് ചെയ്തിട്ടുണ്ടെന്നും അതുകൊണ്ട് പ്രതീക്ഷിക്കാവുന്ന ക്യൂ എത്രയാണെന്നുമൊക്കെ ആളുകൾക്ക് അവരുടെ മൊബൈൽ ഫോണിൽ അറിയാനുള്ള സംവിധാനം ഉണ്ടാക്കണം. അതനുസരിച്ച് ആളുകൾക്ക് തയ്യാറെടുക്കാമല്ലോ. കുട്ടികളെ കൊണ്ടുവരുന്നവർക്കും പ്രായമായവർക്കും വേണമെങ്കിൽ പ്രത്യേക ദിവസങ്ങളോ സമയങ്ങളോ തീരുമാനിച്ചു കൊടുക്കണം. വരുന്ന എല്ലാവർക്കും വേണ്ടത്ര സഹായങ്ങൾ ചെയ്യാനുള്ള വളണ്ടിയർ സംഘവും ഭക്ഷണവും വെള്ളവും ടോയ്ലറ്റ് സൗകര്യങ്ങളും ഒക്കെ ഉറപ്പാക്കണം. ആൾക്കൂട്ട നിയന്ത്രണങ്ങൾക്ക് ലോകത്ത് അനവധി നല്ല മാതൃകകളുണ്ട്, ഉപകരണങ്ങളുണ്ട്. അതൊക്കെ നമ്മുടെ നാട്ടിലും ഉപയോഗിക്കണം. നിർദ്ദേശങ്ങൾ വേറെയുമുണ്ട്, മറ്റുള്ളവർക്കും ഉണ്ടാകും. പക്ഷേ ഒരേ മനസ്സോടെ എല്ലാവരും പ്രവർത്തിക്കാൻ തയ്യാറാണോ എന്നതാണ് പ്രധാന വിഷയം. ശബരിമല ഭക്തർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും കേരളത്തിന്റെ പുറത്ത് ഏറ്റവും അറിയപ്പെടുന്നതുമായ തീർത്ഥാടന കേന്ദ്രമാണ്. അതിനെ മാതൃകാപരമായി വരുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ, ആർക്കും അപകടമുണ്ടാക്കാതെ നടത്തിക്കൊണ്ടു പോകേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. ശബരിമലയിലേക്ക് വരുന്ന ഭക്തർ പച്ചവെള്ളം പോലും കിട്ടാതെ, ദർശനം നടത്താൻ കഴിയാതെ വാഹനങ്ങളിൽ തിക്കി തിരക്കിയൊക്കെ പോകേണ്ടി വന്നാൽ അത് ഏറ്റവും വിഷമകരമായ ഒന്നാണ്. തീർത്ഥാടനത്തിന് വരുന്നവർ അപകടത്തിൽപ്പെടുന്നതൊക്കെ ചിന്തിക്കാനേ വയ്യ. അത്തരത്തിലുള്ള ദുരന്തമാണ്. നമ്മുടെ സംവിധാനങ്ങളെപ്പറ്റി അഭിമാനമുണ്ടാക്കുന്ന തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ ഉണ്ടാക്കണം. അതിനാണ് നാം ശ്രമിക്കേണ്ടത്. ഇതൊക്കെ ഞാൻ മുൻപും പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഓരോ സീസണും കഴിയുമ്പോൾ നമ്മളിത് മറക്കുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് അപകടമില്ലാതെ ഓരോ മണ്ഡലകാലവും കടന്നു പോകുമ്പോൾ ഞാൻ സ്വാമി അയ്യപ്പന് നന്ദി പറയുന്നത്. ന്യൂസ് ഡെസ്ക് കർമാനസ്.